വിമർശനങ്ങൾക്ക് പുല്ലുവില 200 കോടി ക്ലബിൽ എമ്പുരാൻ സന്തോഷം പങ്കിട്ട് മോഹൻലാൽ. എന്തായാലും ഈ ഒരു സന്തോഷത്തിൻ്റെ പകുതി ബി ജെ പിക്കാർക്ക് കൊടുക്കണം. കാരണം ബി ജെ പിക്കാർ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആളുകൾ ഇല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഈ സിനിമ ഈ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ 200 കോടി ക്ലബിലൊന്നും എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും 200 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകളാണ്. സിനിമ റിലീസായ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ചർച്ചകൾ, അല്ലെങ്കിൽ അതിനെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സിനിമയെ സിനിമയായിട്ട് കാണണം, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളും, അങ്ങനെ ഒരു വലിയ ചർച്ച ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളുമായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ രംഗത്ത് വരുന്നത്. വായ് സുപ്രിയ മേനോൻ. എന്തുകൊണ്ട് സുപ്രിയ മേനോൻ? സുപ്രിയ മേനോനെ അർബൻ നക്സലായിട്ട് ചിത്രീകരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗവും ബി ജെ പിയുടെ സംസ്ഥാന നേതാവും ഒക്കെ ആയിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഇത്തരത്തിലൊരു അധിക്ഷേപപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്ന സമയത്ത് സിനിമാ മേഖലയിലുള്ള സംഘടനകളും സിനിമാ മേഖലയിലുള്ള പ്രഗത്ഭ താരങ്ങളെല്ലാം മൗനം ഭവിക്കുകയാണ് എന്നുള്ളതാണ് എന്നെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇതിൽ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആസിഫ് അലി, മമ്മൂട്ടി മല്ലിക സുകുമാരന് മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മല്ലിക സുകുമാരൻ തന്നെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും കുറ്റകരമായിട്ടുള്ള മൗനം പാലിക്കുന്നത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ്. സിനിമാ മേഖലയിലുള്ള ഒട്ടനേകം ആളുകളുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഹരീഷ് പെരടിയെ പോലെയുള്ള അല്ലെങ്കിൽ ജോയ് മാത്യുവിനെ പോലെയുള്ള ആളുകളെല്ലാം മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. മറന്നുപോയേക്കാവുന്ന ഒരു ചരിത്രം, അല്ലെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുമായിരുന്ന ഒരു ചരിത്രം, ഗുജറാത്തിൻ്റെ വംശഹത്യ. ബാബു ബജരംഗി എന്ന് പറയുന്ന ഒരു തീവ്രവാദി ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള വംശഹത്യയുടെ ഞെട്ടിക്കുന്ന മുഖം അത് വീണ്ടും ജനങ്ങളിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ബി ജെ പിയുടെ ഈ ഒരു ബോയ്ക്കോട്ട്, അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ ഒരു ബഹിഷ്കരണ ആഹ്വാനം തന്നെയാണ്. ബി ജെ പി ഇപ്പോൾ ഈ സിനിമയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന, സംഘപരിവാർ ഇപ്പോൾ ഈ സിനിമയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹിഷ്കരണ ആഹ്വാനമാണ്, അല്ലെങ്കിൽ ഹെയ്റ്റ് ക്യാമ്പയിൻസ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒട്ടനേകം ചാനലുകൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒട്ടനേകം ചാനലുകൾ അവരുടെ പ്രൈം ടൈമിൽ തന്നെ ഇതൊരു സീരിയസ് വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒട്ടനേകം ചാനലുകൾ ചർച്ച ചെയ്യപ്പെടാതെ ഈ വാർത്തയെ തമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കേരളീ ന്യൂസിൻ്റെ ഒരു ബൈറ്റ് ഞാൻ ഇതിന് കൂടെ വെക്കുന്നുണ്ട്. അതെന്തായാലും നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ഗുജറാത്ത് വംശഹത്യയുടെ ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മുഖം, ബാബു ബജരംഗി എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയിട്ടുള്ള നരഹത്യയുടെ ക്രൂരമായിട്ടുള്ള മുഖം കൃത്യമായിട്ട് തുറന്നു കാണിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ ഈ അവതാരിക. എന്തായാലും ഈ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ ഇതിന് കൂടെ വെക്കുന്നുണ്ട്. ബാബു ബജരംഗി എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ്, ഗുജറാത്ത് വംശഹത്യക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നേതാവ് തെഹൽക്ക ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ ഭാഗം കൂടെ ഈ ഒരു വാർത്തയിൽ അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. मेरे को पूछतेगा पाटेगान में, बोला मैं पाटेगान था ही नहीं, मैं तो बहुत दूर में दाखिल, उसका प्रतिकार दे भी नहीं सकता क्योंकि पुलिस सामने खड़ी थी, देखती थी, सब कुछ होता था, मगर पुलिस ने मुंह बंद और आंख बंद कर दी थी. एक ही नाका था, दरवाजा एक ही है, जैसे सोसाइटी का एक ही नाका है, फिर पूरा पार्टियां शुरू होता है, मुसलमान लोग शुरू होते हैं. उनको रोकना हो तो पुलिस वहां पे 50 साइड खड़ी थी, भाई हमको रोक लो, ऐसे फायरिंग करते थे इस साइड में और बोलते थे, बोले क्या यार तुम लोग घुसो, बोले ये घर में घुसे तो यहाँ से सिलेंडर लिया और हमारी धड़ा फूटे, प्यूरो तो थी हमारे पास. उस टाइम तो हमें मजा ही होता था, सब फोन भी कर रहे थे और उसके बाद में सब दौड़ के पुलिस के पास भी जाते थे. हम लोग तो जो उनका एक वहाँ पे सलीम करके एक था जो नरोड़ा पार्टी का थोड़ा दादा माना जाता था, वो तो सब जीप के अंदर घुस गया था, सब फायर गया था, जीप के अंदर घुस गया था. तो पुलिस हम खुद उसको पकड़ के खींच के बाहर लाए. तो बोलता है पुलिस वालों बोलता बोले इसने मारी ना, उसको बोले मारी डालना, जिंदा छोड़ेंगे तो बयान देगा ना, बोले उसको थोड़ा दूर ले जाके पूरा ही कर दिया. कमिश्नर रात को आए ना साहब, उन्होंने बोला एक जगह इतना बड़ा हो जाएगा तो मेरा भी तकलीफ होगा. उन्होंने उठा के सब अहमदाबाद में फिरवा दी, सब सिविल में लेके अलग अलग जगह से पोस्टमार्टम किया कि वहाँ से बताई, वहाँ से बताई, वहाँ से बताई, और उनको करना पड़ा. तो कुवैत का इन्होंने फिर वर्णन नहीं किया, कुछ भी नहीं हुआ. पेपर और मीडिया वालों ने चलाया था थोड़ा, और वो सब दबा के, और हमने तबियत से काटा, हल्दी गाड़ी बनाई. और हमको गर्व है कि ऐसा एक बार 2 बार मौका आ जाए और भी, तो और मरते ये तो देखते जावे, पनपनी नहीं चाहिए.
मैं तो आज भी बोलता हूँ कि कुछ भी हो, लेडीज हो, बच्चे हो, कुछ भी हो, काटने से हो कुछ, मारो काटो जला. ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ബാബു ബജ്രംഗി മുസ്ലിമാണെന്ന ഒറ്റ കാരണത്താൽ മനുഷ്യന്റെ പച്ചമാംസം വെട്ടിനുറുക്കിയതും ചുടുചോരയിൽ ആനന്ദ നിർവൃതി അണഞ്ഞതിനെക്കുറിച്ചും 2007 തെഹൽക്കൽക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മുസ്ലിങ്ങളെ ഞങ്ങൾ വെട്ടിനുറുക്കി, കത്തിച്ചു, അങ്ങനെ പലതും ചെയ്തു, പലതും. അവരെ ചുടണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ആ ബാസ്റ്റേഴ്സ് പറയുന്നത് അവരെ ചുടാൻ പാടില്ലെന്നാണ്. അതവർ ഭയക്കുന്നത് കൊണ്ട് അവർക്ക് അത് തന്നെ സംഭവിക്കണം. ആ അഭിമുഖത്തിന്റെ ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങളെ കൊന്നപ്പോൾ താങ്കൾക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്ന ചോദ്യത്തിന് ബാബു ബജ്രംഗി പറഞ്ഞ മറുപടി മാസ ആത്താഹേന സാഹിബ്, ഞാൻ ആസ്വദിക്കുകയായിരുന്നു സുഹൃത്തെ എന്നാണ്. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം, ഹിമ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം, എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യ എന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം. ഈ നാടിന് ഇതൊന്നും ഓർക്കാൻ ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ചോർമ്മിപ്പിക്കട്ടെ. ഗുജറാത്ത് കലാപം എന്ന പേരിൽ കൊന്നുതള്ളിയ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, എത്ര വെട്ടിമാറ്റിയാലും, എത്ര പേരുമാറ്റിയാലും ഉണങ്ങില്ല. ഫാസിസ്റ്റുകൾ ഭയക്കുന്നത് ചരിത്രത്തെ മാത്രമാണെന്നിരിക്കലും ആ ഭയത്താൽ യാഥാർത്ഥ്യത്തിനുമേൽ കത്തിവെക്കേണ്ടി വരുന്നതും ഈ കാലത്തിന്റെ ഗതികേടിനാലാകണം. ഔറംഗസീബിന്റെ ചരിത്രത്തെ സിനിമയായി വളച്ചൊടിച്ച് പാർലമെന്റിൽ പ്രദർശിപ്പിക്കുന്ന കാലത്ത് ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയത് കലാപമല്ല, മുസ്ലിം വംശഹത്യയായിരുന്നുവെന്ന് ആവർത്തിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ടെന്ന് വംശഹത്യയുടെ ആനുകൂല്യത്തിൽ പ്രധാനമന്ത്രി വരെ ആയവർ ഓർക്കുന്നത് നല്ലതാകും. അധികാരത്തിന്റെ അഹംഭാവത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരോടാണ്. ഗാന്ധി സ്വയം നിറയൊഴിച്ചതല്ല, ബാബരി മസ്ജിദ് ഭൂകമ്പത്തിൽ തകർന്നു വീണതല്ല, ഗുജറാത്തിൽ മനുഷ്യർ സ്വയം നെഞ്ചിൽ വാൾ കുത്തിയിറക്കിയതുമല്ല. ഗുജറാത്ത് വംശഹത്യയുടെ ക്രൂരമായിട്ടുള്ള മുഖം വളരെ കൃത്യമായിട്ട് ഈ അവതാരിക ചൂണ്ടിക്കാണിക്കുകയാണ്. സിനിമയിൽ നിന്ന് അത്രയും ഭാഗങ്ങൾ വെട്ടിമാറ്റിയാൽ ആ ചരിത്രമല്ലാതാകുന്നില്ല. ബാബു ബജ്രംഗി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ കൊടും തീവ്രവാദി ഒരു വംശീയ അല്ലെങ്കിൽ വംശഹത്യക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ ചരിത്രം അത് മറക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ അന്വേഷികളായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് സിനിമയിൽ നിന്ന് വെട്ടിമാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് സൈബർ ഹാൻഡിലുകളിലൂടെ നിരന്തരം ഹെയ്റ്റ് ക്യാമ്പയിൻസിന് നേതൃത്വം കൊടുക്കാനും സാധിക്കും. എന്നാൽ ചരിത്രമായി തന്നെ നിലനിൽക്കുമെന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഗുജറാത്തിൽ നടന്നിട്ടുള്ള വംശഹത്യയുടെ നോവുന്ന മുഖം ഒന്നുകൂടെ ജനങ്ങൾ ചർച്ചക്കെടുത്തിരിക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്രത്തോളം ഹെയ്റ്റ് ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകും തോറും ആ സിനിമ ചരിത്രം സൃഷ്ടിക്കും. ആ സിനിമ വളരെ മികച്ച ഒരു റിസൾട്ട് തന്നെ ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമാ മേഖലയിലുള്ളവരുടെ കുറ്റകരമായിട്ടുള്ള മൗനം അത് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന സോഷ്യൽ മീഡിയ അറ്റാക്സിനും നിങ്ങളുടെ കുറ്റകരമായിട്ടുള്ള മൗനം അത് തീർച്ചയായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വീണ്ടും ഒരു ചരിത്ര സംഭവമാകുകയാണ്. 200 കോടി ക്ലബ്ബിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 200 കോടി ക്ലബ്ബിൽ അത് 200 കോടിയും കവിഞ്ഞ് അത് വീണ്ടും ചരിത്രങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.